ഒരു സിനിമാ നടി പീഡിപ്പിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്ന് വലിയ വ്യാപകമായ ചർച്ചകൾ നടക്കുന്നു എന്നതാണ് സത്യം. ആ ചർച്ചകളിൽ എത്ര ശതമാനം ശരിയുണ്ട്, എത്ര ശതമാനം തെറ്റുണ്ട് എന്ന് ജനം നിഷ്പക്ഷമായി വിലയിരുത്തണം എന്ന അഭിപ്രായമാണ് PC ജോർജിന് പറയാറുള്ളത്. ഞാൻ ഇതിനകത്ത് കാണുന്ന ഒരു കാര്യം, ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് ഒരു സിനിമാ നടനെ അറസ്റ്റ് ചെയ്യും. ആ അറസ്റ്റ് ചെയ്ത സമയത്ത് ആദ്യം എന്റെ അഭിപ്രായം, ഈ സിനിമ അതിനെ വെറുതെ വിടാൻ പാടില്ല എന്ന് തന്നെയായിരുന്നു. ദിലീപ് തെറ്റുകാരനാണ് എന്ന് ഞാൻ വിശ്വസിച്ചു. എന്ന് മാത്രമല്ല, അയാളെപ്പോലെ ഒരു സിനിമ നടൻ ഇങ്ങനെ വൃത്തികേട് കാണിച്ചാൽ അവരെ വഴിയെ വിടരുത് എന്ന അഭിപ്രായം തന്നെ പരസ്യമായും പ്രകടിപ്പിക്കുകയും ചെയ്തു. പോലീസ് പക്ഷേ ഉണ്ടായ പ്രശ്നം എന്താ, പോലീസ് 19 തെളിവുകൾ ഇത് സംബന്ധമായി ഉണ്ടെന്ന് ജനങ്ങളോട് പറഞ്ഞു, മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ 19 തെളിവിൽ ഒരു തെളിവെങ്കിലും വ്യക്തമായി ജനങ്ങളുടെ മുമ്പിൽ ബോധ്യപ്പെടുത്താൻ ഇതുവരെയും പോലീസിന് കഴിയുന്നില്ല. അതാണ് എന്റെ പ്രശ്നം. ഇവിടെ പോലീസ് പറയുന്നത് എന്താ, ദിലീപിന് ഞാൻ ഇടപെടാനുണ്ടായ കാര്യം, ദിലീപിന് ജാമ്യം ചോദിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ പോയപ്പോൾ ഹൈക്കോടതിയിൽ പോലീസ് പറഞ്ഞത് 10-14 ദിവസമായിട്ടുള്ള അന്വേഷണം തുടങ്ങിയിട്ട് പ്രീ മച്ചുവറാണ്, ഇപ്പോ ജാമ്യം കൊടുത്താൽ തെളിവുകൾ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞു. അതേസമയത്ത് തന്നെ പോലീസ് പുറത്ത് പറയുന്നത്, ഞങ്ങൾ 5.5 മാസമായി, ഫെബ്രുവരി 17 മുതൽ ഈ സംഭവം നടന്നപ്പോൾ മുതൽ ഞങ്ങൾ ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ 5.5 മാസമായിട്ടും ദിലീപിനെതിരെ തെളിവ് കണ്ടെത്താൻ കഴിയില്ലെങ്കിൽ, ഇത് കഴിഞ്ഞില്ലെങ്കിൽ എന്തുകൊണ്ട് അയാളെ അറസ്റ്റ് ചെയ്തു പറയണ്ടേ? അതാണ് ഇവിടുത്തെ പ്രശ്നം എന്റെ മുമ്പിൽ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ദിലീപ് കുറ്റക്കാരനാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഒരു തെളിവ് തരാനാണ് എന്റെ അഭിപ്രായം. ചോദ്യം അത്രേ ഉള്ളൂ. ഈ അടുത്ത് അത് തന്നെയല്ല, ഇവിടെ മാധ്യമങ്ങൾ വളരെ നിർബന്ധമായും ഇയാളെ കുറ്റക്കാരനാക്കി തീരുമെന്ന് നിർബന്ധം. അതിന്റെ ആവശ്യം എന്താ? ജനപക്ഷം എന്ന എന്റെ പ്രസ്ഥാനവും PC ജോർജും ആരുടെയും ശത്രുവല്ല, ആരുടെയും കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുന്നവരുമല്ല, ആരുടെയും മിത്രമായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ശരിപക്ഷത്ത് നിൽക്കണം, നേരിനോടൊപ്പം നിൽക്കണം എന്നെനിക്ക് നിർബന്ധമുണ്ട്. ഈ അടുത്ത ദിവസം മാധ്യമങ്ങളുടെ ഒരു വൃത്തികെട്ട നടപടിയെപ്പറ്റി ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. ഈ അടുത്ത ദിവസം ബഹുമാനപ്പെട്ട കോടതിയിൽ നമ്മുടെ പോലീസ് കൊടുത്ത റിപ്പോർട്ട് എന്താ, അത് ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. നിർഭയ എന്ന് പറയുന്ന പാവപ്പെട്ട പീഡിപ്പിക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിയേക്കാൾ കൂടുതൽ ക്രൂരമായ പീഡനമാണ് ഈ സിനിമാ നടിക്ക് ഉണ്ടായത്. ആരാ? കോടതിയോട് പറയുകയാണ്. ഒന്നാലോചിക്കണം. നിർഭയ എന്ന് പറയുന്ന പാവപ്പെട്ട സഹോദരിയെ 6-7 നരാധമന്മാർ ബലാത്സംഗം ചെയ്യുകയും അത് മാത്രമല്ല അവരുടെ ഗുഹ്യഭാഗം പിച്ചാത്തി കുത്തി അവരെ നശിപ്പിക്കുകയും കൊല ചെയ്യപ്പെടുകയും ചെയ്ത ആ സഹോദരിയേക്കാൾ ബ്രൂട്ടലായി ഈ സിനിമാ നടിയെ പീഡിപ്പിച്ചു എന്നാണ് പോലീസ് കോടതി പറയുന്നത്. ഞാൻ അപ്പോഴാണ് ചോദിച്ചത്, അത്ര ബ്രൂട്ടലായി, നിർഭയേക്കാൾ ബ്രൂട്ടലായി ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു നടി 2ാം ദിവസം എങ്ങനെ സിനിമയെ അഭിനയിക്കും അല്ലെ ജോലി ചെയ്യും? ഞാൻ ചോദിച്ചത് തെറ്റാണ്. പോലീസിന്റെ തെറ്റാണ് ഞാൻ അവിടെ ചൂണ്ടിക്കാണിച്ചത്. പോലീസ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന തെളിവാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ സിനിമാ നടിയുടെ മാന്യതയെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്. സിനിമാ നടിയുടെ ചോദ്യം എനിക്കില്ല, എനിക്ക് അതിന്റെ ആവശ്യമില്ല. ആ സിനിമാ നടിയെ ആരെങ്കിലും ആരൊക്കെ ചേർന്നുകൊണ്ട് ഉദ്ധരിച്ചാലും ആരൊക്കെയാണെങ്കിലും ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. ജനപക്ഷത്തിന്റെ ചിന്ത അതാണ്, അതൊന്നും ഒരു തർക്കവും വേണ്ട. ഞാൻ ആലപ്പുഴ പറഞ്ഞു, ഇത് തന്നെയാണ് പറഞ്ഞത്. കോടതിയിൽ പോയി പോലീസ് ഇങ്ങനെ മൊഴി കൊടുത്താൽ അത് ജനങ്ങൾക്ക് സംശയം കൂടുതലുണ്ടാവും പോലീസിനെ പറ്റി. 5.5 മാസമായിട്ടും തെളിവില്ലാതെ എന്തിനൊരുത്തിനെ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു? ആ ചോദ്യത്തിന് പറയട്ടെ. അതുപോലെ തന്നെ വേറെ എനിക്ക് സംശയം ഉണ്ടായ കാര്യമുണ്ട്. നമ്മുടെ സിനിമാ നടനാണ് നമ്മുടെ ഒരു MLA. അയാളുടെ ഇതിനു മുമ്പ് ഈ സുനി എന്ന് പറയുന്ന വൃത്തികെട്ട നരാധമൻ 2 സിനിമാ നടിമാരോട് ഇതേ രീതിയിൽ പെരുമാറിയിട്ടുണ്ട്. അത് ആരുടെ കൊട്ടേഷനാണെന്ന് അറിയണ്ടേ? 2011 ഇതുപോലെ കൊട്ടേഷനാണോ? 2011 ഒരു സിനിമാ നടിയെ ഇവൻ ആക്രമിച്ചത്. ആ സഹോദരി രക്ഷപ്പെട്ടത് മാനം അവർ കേസ് കൊടുത്തിട്ട് ഇപ്പോ കഴിഞ്ഞ ആഴ്ചയാണ് 2011 ഉണ്ടായ സംഭവത്തിന് FIR പോലീസ് അവിടെ ആയിരുന്നു. അന്ന് അതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഈ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു FIR എടുത്തിട്ട്. ആ 5-ൽ ഒരുത്തൻ MLA ആയ സിനിമാ നടന്റെ ഡ്രൈവറാണ്, ഗണേശന്റെ അല്ലെന്ന് ഓർത്തോണം. ഇപ്പോ ഈ സുനി എന്ന് പറയുന്നവനും ഇതിന് ശേഷവും ആ MLAയുടെ ഡ്രൈവറാണ്. അതെങ്ങനെ? അപ്പൊ ആ നടനെ അറസ്റ്റ് ചെയ്യണ്ടേ?
ആ നടനെ ചോദ്യം ചെയ്യണ്ടേ എന്ന് ഞാൻ ചോദിച്ചാൽ തെറ്റാണ്. അതുപോലെ തന്നെ മണൽ വാരിച്ച തൊഴിലാളിയായിരുന്ന ഈ സിനിമാ നടൻ നമ്മുടെ ദിലീപ് എന്ന് പറയുന്ന നടൻ ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ സ്വത്തിന്റെ ഉടമയാണ്. ശരിയായിരിക്കാം. അന്യായമായി കള്ളപ്പണമുണ്ടോ അന്വേഷിക്കണം പോലീസ്. അയാളെ മാത്രം അന്വേഷിച്ചാൽ മതിയോ? സിനിമാ ലോകത്തുള്ള ഈ മമ്മൂട്ടി, മോഹൻലാൽ, മഞ്ജു വാര്യർ, കാവ്യ മാധവൻ ഉൾപ്പെടെ മുഴുവൻ നടീനടന്മാരുടെയും സമ്പാദ്യം അന്വേഷിക്കണം. അല്ലാതെ ദിലീപിനോട് മാത്രം കുശുമ്പൂത്താൻ പിണറായി ഇറങ്ങിത്തിരിക്കേണ്ട. എല്ലാവരുടെയും അന്വേഷിക്കണം. അന്വേഷിച്ചിട്ട് കള്ളപ്പണോടെ തിരിച്ചെടുക്കണം. അതിന് പകരം ഒരുവനെ പിൻ പോയിന്റ് ചെയ്ത് കൊല്ലാൻ തുടങ്ങി നടക്കുന്ന നടപടിയോട് PC യോജിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് PC ഈ നയം സ്വീകരിച്ചിട്ട് സംസാരിക്കുന്നത്. അല്ലാതാരോടും ശത്രുതയില്ല. പിന്നെ പലരും തെറ്റിദ്ധരിക്കുന്നു. ആ തെറ്റിദ്ധാരണ മാത്രമല്ല, ഞാൻ ആലപ്പുഴ പറഞ്ഞതിനെ ചാനലുകാരൻ എന്താ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞത് കാണിക്കുന്നില്ല, എന്റെ മുഖം കാണിച്ചിട്ട് എഴുതി കാണിക്കുക PC ഇങ്ങനെ പറഞ്ഞതെന്ന്. എന്നാൽ ഞാൻ പറഞ്ഞത് കാണിക്കാൻ പാടില്ലേ? ഞാൻ പറഞ്ഞത് കാണിക്കാൻ വെല്ലുവിളിക്കുക പത്രക്കാരെ, ഈ ചാനലുകാരെ. ഞാൻ ഒരുത്തരം ചെലവിലാണ് ജീവിക്കുന്നത്. എനിക്ക് എന്റെ കുടുംബത്തിലെ ചെലവുകൊണ്ട് ജീവിക്കണം നിർബന്ധമുണ്ട്. അന്യന്റെ ഒരു പൈസ എന്റെ കുടുംബത്തിൽ വരാൻ ഞാൻ അനുവദിക്കില്ല. ആരെങ്കിലും, ഞാൻ ദിലീപിന് അനുകൂലമായിട്ടല്ല പറഞ്ഞത്, പോലീസിന് തെറ്റിനെതിരെ സംശയം ഉന്നയിക്കുമ്പോൾ അങ്ങനെ പറയുന്നവരെ ദിലീപിന്റെ ആളുകളായി പ്രഖ്യാപിച്ചുകൊണ്ട് ഉടനെ പ്രഖ്യാപിക്കുക ബന്ധം. എന്റെ മകൻ ഷോൺ, എന്റെ മകൻ അങ്ങനെ കച്ചവടം കൊണ്ട് നടക്കുന്നവനല്ലവൻ. എന്റെ സ്വഭാവക്കാരൻ എനിക്ക് വിരുദ്ധമായിട്ട് ദിലീപല്ല എവനായിട്ടെങ്കിലും കള്ളക്കച്ചവടം ഉണ്ടായ നിമിഷം ഞാൻ എന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കും. ഇവിടെ ഉദാഹരണം പറയാം. VS അച്യുതാനന്ദൻ അറിയാമല്ലോ. പാറമട 4 പേര് ഇവിടെ പാറമട തുടങ്ങി. അതിലൊരു ഷെയറായിരുന്നു എന്റെ മകൻ. അവൻ നിയമവിരുദ്ധമായിട്ടൊന്നും ചെയ്തില്ല, ലൈസൻസ് എടുത്ത് നിയമമനുസരിച്ച് ചെയ്തു. പക്ഷെ ഞാൻ പറഞ്ഞു, എന്റെ വീട്ടിൽ കിടന്നുകൊണ്ട് നീ പാറമട നടത്തണ്ട. ലാഭ ബിസിനസ് ചെയ്യുന്നവൻ എന്റെ വീട്ടിൽ പാടില്ല. ഒന്നെങ്കിൽ നീ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോ, അല്ലെ പാറമട നടത്തിക്കോ. അവൻ പറഞ്ഞു പാറമട വിട്ടിരിക്കുന്നു, ഉപേക്ഷിച്ചു. ഇപ്പൊ പാറമടയില്ല. ഞാൻ ഉറച്ച ജീവിതമുള്ളവരാണ്. എന്നെയൊന്നും അങ്ങനെ പേടിപ്പിച്ചാൽ അങ്ങനെ ഓടിപ്പോകുന്നവനല്ല PC പറഞ്ഞു. ഓടുകയെന്ന് മാത്രമല്ല, തന്റെ ഇടമായിട്ട് മുന്നോട്ട് പോകും. ആരുമായി യുദ്ധം ചെയ്യും. തെറ്റിനെതിരെയുള്ള പോരാട്ടം ജനപക്ഷം ശക്തിപ്പെടുത്തിക്കൊണ്ട് തന്നെ മുമ്പോട്ട് പോകും. ഒരു സംശയവും വേണ്ട. എനിക്കൊരു നടനുമില്ല, നടിയുമില്ല. ജനങ്ങളോട് സത്യം ചെയ്ത് PC അറിയിക്കുന്നു.